പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. എല്ലാവർക്കും ക്രിസ്തു യേശുവിൽ സ്നേഹവന്ദനം. അനുഗ്രഹിക്കപ്പെട്ട ഒരു വർഷം, ദുഃഖങ്ങളും വേദനകളും സന്തോഷങ്ങളും ആനന്ദങ്ങളും ഒക്കെ പകർന്നു നൽകി നമ്മെ വിട്ടുപിരിയുകയാണ്. ഹൃദയത്തിൻ്റെ അന്തർധാരകളിൽ ചില നൊമ്പരത്തിൻ്റെ മറക്കാത്ത കൂറിയിടലുകൾ അവശേഷിപ്പിച്ചുകൊണ്ട് പുതിയൊരു വർഷത്തിലേക്ക് നാം കാലെടുത്ത് വയ്ക്കുകയാണ്. സന്തോഷങ്ങളും ദുഃഖങ്ങളും പേറിയ മുഖഭാവവുമായി നാം പുതിയൊരു വർഷത്തെ എതിരേൽക്കുവാൻ ഒരുങ്ങുന്നു. ഒരു പുതിയ ആരംഭം നമ്മുടെ ജീവിതത്തിൽ നാം പ്രത്യാശിക്കുന്നുണ്ട്, പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ വർഷം എനിക്ക് അനുഗ്രഹകരമായി തീരണം, ഈ വർഷം എനിക്ക് ഏറ്റവും സന്തോഷകരമായി മാറണം. നമ്മുടെ ഹൃദയത്തിനകത്തൊക്കെ ഇങ്ങനെയുള്ള വലിയ പ്രാർത്ഥനയുടെ മുഴങ്ങലുകൾ നമുക്ക് കേൾക്കുവാൻ സാധിക്കും. ഒരു കൊച്ചു കുഞ്ഞ് ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീഴുമ്പോൾ ആ കുഞ്ഞ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്ന സന്തോഷം എന്നുള്ളത് അളവില്ലാത്തതാണ്. ആ കുഞ്ഞിൻ്റെ അമ്മയ്ക്ക്, ആ കുഞ്ഞിൻ്റെ അപ്പന് അതിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ സൗഹൃദങ്ങൾക്കും ആ കുഞ്ഞിൻ്റെ ജനനം ഏറ്റവും സന്തോഷകരമാണ്. വലിയ ആരംഭത്തോടു കൂടിയിട്ടാണ്, വലിയ സന്തോഷത്തോടു കൂടിയിട്ടാണ് ആ കുഞ്ഞിൻ്റെ ആരംഭം. പക്ഷേ ആ സന്തോഷം ആ കുഞ്ഞിൻ്റെ വളർച്ചയുടെ പൂർണ്ണതയിൽ അന്ത്യത്തോളം നിലനിർത്തുവാൻ ഒരു പക്ഷേ സാധിച്ചു എന്ന് വരത്തില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? ഒരുവൻ ഭവനം പണിയുവാൻ ആഗ്രഹിക്കുമ്പോൾ വലിയ സന്തോഷത്തോടു കൂടിയാണ് അതിന് തുടക്കം കുറിക്കുന്നത്. അതിൻ്റെ ശിലയിടുമ്പോൾ അവൻ്റെ ഹൃദയത്തിൻ്റെ ആനന്ദം എത്രയോ ഉയർന്നതാണ്. അത് പൂർത്തീകരിക്കുവാൻ അവൻ ഏറെ പ്രതിസന്ധികളും പ്രതികൂലങ്ങളെയും ഒക്കെ തരണം ചെയ്യുന്നുണ്ട്. അതിൻ്റെ പൂർണ്ണതയിലെത്തുവാൻ അതിനുവേണ്ടി അവൻ പ്രയത്നിച്ച അധ്വാനത്തിൻ്റെ വില നോക്കിയാൽ മതിവരാത്ത അത്ര ഉയരത്തിലായിരിക്കും നിൽക്കുന്നത്. അത്രത്തോളം അത്യധ്വാനം ചെയ്തിട്ടായിരിക്കും അവൻ ആ ഭവനത്തിൻ്റെ പണി പൂർത്തീകരിക്കുന്നത്. അതവന് വലിയൊരു സന്തോഷം നൽകുന്ന ഒന്നാണ്. എന്തുകൊണ്ടാണ് പ്രിയരെ നമ്മുടെ തുടക്കങ്ങളൊക്കെയും പലപ്പോഴും നിരാശാജനകങ്ങളായി മാറിപ്പോകുന്നത്? ഏറ്റവും സന്തോഷകരമായി തുടങ്ങിയിട്ട് ഇടയ്ക്ക് നഷ്ടപ്പെട്ടു പോകുകയും ഇടയ്ക്ക് വിട്ടുപോകുകയും ചെയ്യുന്ന ജീവിതത്തിൻ്റെ ഒരു വലിയ തലത്തിലൂടെയാണ് ഞാനും നിങ്ങളും കടന്നു പോകുന്നത്. പ്രിയരെ, ഒരു പുതിയ വർഷത്തിലേക്ക് നാം കാലെടുത്ത് വയ്ക്കുമ്പോൾ ഇടർച്ചയില്ലാത്ത, തകർന്നു പോകാത്ത ജീവിതത്തിൻ്റെ ഒരു വർഷം കെട്ടിപ്പടുത്തുവാൻ നമുക്ക് സാധിക്കുമോ? ഈ ഒരു പുതിയ വർഷം എൻ്റെ ജീവിതത്തിൽ നിന്നും അടർന്നു പോകാത്ത, എന്നും ഓർമ്മകളിൽ മധുരക്കനി പൊഴിയുന്ന അനുഗ്രഹത്തിൻ്റെ വർഷമാണ് എന്ന് പറയുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കുന്ന ഒരു വർഷത്തെ നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വയ്ക്കുവാൻ നമുക്ക് കഴിയുമോ? ഈ വർഷം നിങ്ങളൊന്ന് പരിശ്രമിച്ചേ. റോമാലേഖനം 8-ാം അധ്യായം 28-ാമത്തെ വാക്യം, എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. പ്രിയരെ, നിന്റെ ജീവിതത്തിൻ്റെ ആരംഭം മുതൽ അവസാനം വരെയും കടന്നു വരുന്ന എല്ലാ വെല്ലുവിളികളും പ്രതിസന്ധികളും പ്രതികൂലങ്ങളും കണ്ണുനീരും വേദനയും സന്തോഷവും ആനന്ദവും ഒക്കെയും നിന്റെ ദൈവം നിനക്ക് നന്മയ്ക്കായി വ്യാപരിക്കുന്നു എന്ന് തിരിച്ചറിയുവാൻ കഴിയാതെ പോകുന്നതാണ് നമ്മുടെ ജീവിതത്തിലെ പരാജയങ്ങൾക്ക് കാരണം. ഈ വർഷത്തെ സകല കാര്യങ്ങളും എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നത് എൻ്റെ ദൈവം നന്മയ്ക്കായിട്ട് ഒരുക്കിയതാണെന്ന് തിരിച്ചറിയാതെ പോകുമ്പോഴാണ് നമ്മുടെ വർഷങ്ങൾ പരാജയങ്ങളായി മാറുന്നത്. ഒരു നല്ല വ്യക്തിയായി നമുക്ക് തീരുവാൻ കഴിയുമ്പോൾ, മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 9-ാം വാക്യം, സമാധാനമുണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിൻ്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും. ഒരു ദൈവ പൈതലായി ജീവിക്കുവാൻ കഴിയുമ്പോഴാണ് എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടവും എനിക്ക് ദൈവം നന്മയ്ക്കായി ഒരുക്കിയതാണ് എന്ന് തിരിച്ചറിയുവാൻ കഴിയുന്നത്.
ദൈവപുത്രൻ്റെ പ്രത്യേകത, അവൻ സമാധാനം കെടുത്തുന്നവനല്ല, അവൻ സമാധാനം ഉണ്ടാക്കുന്നവനാണ്. പ്രിയരെ, ഈ വർഷം ഒരു ദൈവപുത്രനായി ക്രിസ്തുവിനോട് കൂടെ ചേർന്ന് നിൽപ്പാൻ, സമാധാനമുണ്ടാക്കുന്ന ഒരു മനുഷ്യനായി നല്ല പ്രവൃത്തികൾ ആരംഭിക്കാൻ എനിക്ക് നിങ്ങൾക്കും സാധിക്കുമോ? ഫിലിപ്പിയർ പറയുന്നു, നിങ്ങളിൽ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ യേശുക്രിസ്തുവിൻ്റെ നാളോളം അതിനെ തികയ്ക്കും എന്ന് ഉറപ്പായി വിശ്വസിച്ചുമിരിക്കുന്നു. നമ്മളിൽ നല്ല പ്രവൃത്തികളെ തികയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത് ദൈവമാണ്. ആ ദൈവത്തോട് ചേർന്ന് നിന്ന് ഓരോ പ്രവൃത്തികളും നല്ലതാക്കുവാൻ നാം പരിശ്രമിക്കുമ്പോൾ ഈ ലോകത്തിൽ സമാധാനത്തിൻ്റെ പുത്രന്മാരായി നാം മാറുന്നു. അങ്ങനെ മാറുമ്പോൾ എൻ്റെ ജീവിതത്തിൻ്റെ തിന്മകളും, എൻ്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളും, എൻ്റെ ജീവിതത്തിൻ്റെ കണ്ണുനീരും വേദനയും എല്ലാം എനിക്ക് നന്മയ്ക്കായി വ്യാപരിക്കുന്നു എന്ന് നാം തിരിച്ചറിയുന്നു. ആ തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കുന്നിടത്തോളം കാലം ഓരോ വർഷവും നമുക്ക് അനുഗ്രഹവും ഉയർച്ചയുടെയും സന്തോഷത്തിൻ്റേതുമായിരിക്കും. അങ്ങനെ ഒരു വർഷം പൂർണ്ണതയിലെത്തുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഈ വർഷം ആ ക്രിസ്തുവിനോട് കൂടെ ദൈവത്തിൻ്റെ പുത്രനായി എല്ലാം എൻ്റെ ദൈവം നന്മയ്ക്കായി വ്യാപരിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞ് ആ ദൈവകൃപയിൽ നിൽക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും അനുഗ്രഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും പുതുവത്സര ആശംസകൾ നേരുന്നു. ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ.